BJP പറയുകയാണ് ഇതിനെതിരെ. അതുപോലെ തന്നെ അവിടുത്തെ ഈ പറയുന്ന BRS ശക്തമായ എതിർ നിലപാട് എടുക്കുകയാണ്. ഇതിലെങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു ബഹളത്തിൽ പെട്ടു മരിക്കുമ്പോൾ എങ്ങനെയാണ് അല്ലു അർജുൻ അതിൽ ഒരു പ്രതിയാവുക, കുറ്റവാളിയാവുക എന്നൊക്കെയാണ് BJP ചോദിക്കുന്നത്. ഇപ്പോൾ ഹാത്രസിൽ ആ പറയുന്ന ആൾദൈവമുണ്ടല്ലോ, ആ ആൾദൈവം വന്നു പോകുമ്പോൾ അയാൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് എടുക്കത്ത് ഭസ്മം പോലെ എന്തോ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തോ ദിവ്യത്വം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് 120-ലധികം ആളുകളാണ് ചവിട്ടി അരയ്ക്കപ്പെട്ടത്. അതിലേറിയ കൂറും സ്ത്രീകളായിരുന്നു. ആ കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തും, ഉത്തരവാദികളെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ആൾദൈവത്തെ യോഗി ആദിത്യനാഥ് തൊട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒരാൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന BJP 120-ലധികം ആളുകൾ, അതും അതിൽ തന്നെ ധാരാളം അമ്മമാർ മരിച്ച സംഭവത്തിൽ എന്താണ് നിലപാടെടുത്തത് എന്നത് BJPയും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അത് ഇന്ത്യൻ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ 600 രൂപയിൽ നിന്ന് 1600, 1800 രൂപയിലേക്കൊക്കെ ഈ ടിക്കറ്റ് നിരക്ക് ഉയരുന്നുണ്ട്. 2 സംസ്ഥാനങ്ങളും ആ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകാൻ അനുമതിയും നൽകിയിട്ടുണ്ട്. അത് യാദൃച്ഛികമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒരുപാട് ഈ പറയുന്ന താരമൂല്യമുള്ള സിനിമയിലേക്ക് ആളുകൾ ഇടിച്ചു വന്ന് കയറും, അപ്പോൾ പിന്നെ തിയേറ്ററിലൊരു പ്രശ്നമുണ്ടാകും എന്ന് മാത്രം കരുതി ഒരു മുൻകരുതലായി ഞാൻ ഇതിനെ കാണുന്നില്ല. ഈ സിനിമ അതിവേഗത്തിൽ 1000 കോടി കടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ 1500 കോടി കടക്കേണ്ടതുണ്ട്. അതിന് അതിവേഗമുള്ള റിട്ടേൺസ് വേണം. ഈ 1800 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എത്ര പേർ വാങ്ങും എന്ന് നമുക്കറിയില്ല. പക്ഷെ വാങ്ങാൻ കഴിയുന്ന പ്രത്യേക വിഭാഗങ്ങളുണ്ടെങ്കിലോ ഗ്രൂപ്പുകളുണ്ടെങ്കിലോ എല്ലാം ഹൗസ്ഫുള്ളായിരുന്നു. അല്ല, ആളുകൾ തന്നെ വരണമെന്നില്ല. ഇപ്പോൾ അജിംസ് പറയുകയുണ്ടായി അവിടെ ഈ മറ്റൊരു കാനിലേക്ക് പോയ സിനിമയുടെ പ്രദർശനം ഒഴിവാക്കപ്പെട്ടു എന്ന്. ആ തിയേറ്റർ ഉടമകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിർബന്ധിത കരാറിൽ ഞങ്ങൾക്ക് ഏർപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇതൊന്നും യാദൃച്ഛികമല്ല, ഇതൊരു വലിയ സിനിമയാണ്, ആളുകൾ വന്ന് കാണും എന്ന് സ്വതന്ത്രമായി തിയേറ്റർ ഉടമകൾ എടുക്കുന്ന തീരുമാനവുമല്ല. അത് നിർബന്ധിതമായ കരാറുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ എങ്ങനെയാണ് നിർബന്ധിതമായ ഒരു കരാർ വരിക? അപ്പോൾ ഇത് ഇത്രയും തിയേറ്ററുകളിൽ വരണം, ഇത്രയും ടിക്കറ്റുകൾ വിറ്റ് പോകണം, ഇത്രയും വലിയ ഒരു ബൂമതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അജിംസ് കൃത്യമായി പറഞ്ഞതുപോലെ പൂനെയിൽ ഇതിൻ്റെ പ്രൊമോഷണൽ നീക്കങ്ങൾ നടന്നു, വലിയ ആൾക്കൂട്ടമാണ്. UP-യിലെ പ്രയാഗ്രാജിൽ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായത്, യാദൃച്ഛികമല്ല അല്ലേ? കാരണം അല്ലു അർജുനുമായി ബന്ധപ്പെട്ട് വലിയ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ BJP മുന്നിൽ കാണുന്നുണ്ട് തെക്കേ ഇന്ത്യയിൽ. ഇപ്പോൾ ഇതിനകത്ത് ഈ അല്ലു അർജുനോട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒരു തരത്തിലും ഒരു സ്ഥലത്തേക്കും ഒളിച്ചു പോകേണ്ടതില്ല, നിങ്ങൾ പോലീസിന് കീഴടങ്ങ്, നിങ്ങൾ എന്നിട്ട് അറസ്റ്റ് വരിക്കുക, നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ ജയിലിൽ പോകും, നിങ്ങൾ ജാമ്യം കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഒരു തിരക്കഥയില്ല എന്ന് ആര് കണ്ടു? അത് രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ പ്രൊമോഷനെ പറ്റി മാത്രമല്ല, രാഷ്ട്രീയമാണ്. കാരണം ഇപ്പോൾ തെലുങ്ക് ദേശത്ത് ഈ പവൻ കല്യാൺ 2014 ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ്, ജനസേന പാർട്ടി എന്നെന്തോ അല്ലേ അതിൻ്റെ പേര്. ആ പാർട്ടി NDAക്കാണ് ആദ്യം തന്നെ പിന്തുണ കൊടുക്കുന്നത്. അത് പച്ച തൊട്ടില്ല. അത് കഴിഞ്ഞ് 2019 NDA വിട്ടുകൊണ്ട് അയാൾ മത്സരിക്കുകയാണ്. ഏറ്റവും അത്ഭുതകരമെന്ന് വെച്ചാൽ ഇടതുപക്ഷ കക്ഷികളുമായി ചേർന്നാണ് മത്സരിക്കുന്നത്. പവൻ ഉൾപ്പെടെ തോറ്റുപോയി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം പിന്നീട് പവൻ ചെയ്യുന്നത് BJPയുമായി വീണ്ടും സഖ്യത്തിലാവുകയാണ്. എന്നു മാത്രവുമല്ല, അന്ന് ജയിലിൽ കിടക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെ പോയി കാണുന്നു. എന്നിട്ട് പറയുകയാണ്, നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് YSRനെ നേരിടാം, YSR CPയെ നേരിടാം അല്ലേ? അങ്ങനെ നേരിടുകയും വലിയ തോതിലുള്ള വിജയത്തിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെ ഉപമുഖ്യമന്ത്രിയാണ്. 21 സീറ്റുകളാണ് കിട്ടിയത് മത്സരിക്കാനായി, അവിടെ എല്ലായിടവും ജയിച്ചു. ഇത് പവൻ എന്ന് വെച്ചാൽ ഇളം കാറ്റല്ലേ, ഇത് ഇളം കാറ്റല്ല കൊടുങ്കാറ്റാണ് എന്ന് മോദി പ്രശംസിച്ചു പവനെ. അപ്പോൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ പിടിക്കാൻ പറ്റുന്നില്ല BJPക്ക്. ഇപ്പോൾ ഈ പറയുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് കണ്ണിൽ കരടായിരുന്നു വിജയ് എങ്കിൽ, ഇപ്പോൾ വിജയ് ഇറങ്ങട്ടെ, വിജയ്ക്ക് അണ്ണാമലയുടെ പിന്തുണയുണ്ട്, വിജയിയെ BJP നിശബ്ദമായി വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം DMK AIDMK വെച്ച് പൊളിക്കാൻ കഴിയില്ല, പൊളിക്കേണ്ടതുണ്ട്. അതിന് വിജയ് ഇറങ്ങട്ടെ. നാളെ ഈ പറയുന്ന തെലങ്കാനയിൽ അല്ലു അർജുൻ ഇറങ്ങട്ടെ. ഇങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെ നടക്കുന്ന നീക്കങ്ങളാണ് ഇത്. പിന്നെ മാത്രമല്ല, ഈ അജിംസ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്കയിൽ വലിയ കളക്ഷൻ, ബോധപൂർവം ഉണ്ടാക്കപ്പെടുന്ന കളക്ഷൻ അല്ല എന്ന് ആര് കണ്ടു? ഇപ്പോൾ അജിംസ് നേരത്തെ പറയുന്നുണ്ട് പ്രൊമോഷണൽ സിനിമകൾ, അതിനൊക്കെയുള്ള നിർമ്മാണം, അതിൻ്റെ നിർമ്മാണ ചെലവ് ആര് വഹിക്കുന്നു? എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അജിംസ് കൃത്യമായി പറഞ്ഞതുപോലെ ഈ ഹോളിവുഡ് ഒരു മതേതര സംവിധാനമാണ്, ബോളിവുഡ്, അത് പൊളിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. എന്ന് മാത്രമല്ല, ഈ പറയുന്ന പ്രധാനമന്ത്രിയെ അഭിമുഖം ചെയ്യാനായിട്ട് അവസരം കിട്ടിയ നടൻ അക്ഷയ് കുമാർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ മുൻഗണനകൾ എവിടെ നിൽക്കുന്നു, ഇവരുടെ ആർക്ക് പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ തരത്തിൽ വേണം സിനിമയെ ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കൃത്യമായ രാഷ്ട്രീയ ലാക്കോടെയുള്ള നീക്കമാണ് നടക്കുന്നത്. അതിൽ ഒടുവിലത്തെ ഒരു കരുവാക്കി അവർ അല്ലു അർജുനെ മാറ്റുന്നു എന്നാണ് ഞാൻ കാണുന്നത്.